ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇപ്പോൾ ലെബനൻ ഒരു പൊട്ടിത്തെറിയിൽ നടുങ്ങി തരിച്ചിരിക്കുമ്പോൾ വീണ്ടും അടുത്ത പൊട്ടിത്തെറി. വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നു. ഈ പേജർ പൊട്ടിത്തെറിച്ച് ആ ശവങ്ങൾ എടുക്കാൻ വന്ന ആംബുലൻസ് നിന്ന് കത്തുന്നു. എതിരാളികൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ച് നിന്നപ്പോൾ ഇസ്രായേലിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരം തന്ത്രങ്ങളൊക്കെ പുറത്തെടുത്തേ മതിയാകും. അതുകൊണ്ട് അവര് എതിരാളിയുടെ മനസ്സുകളിലേക്ക് വീണ്ടും ഭയം ഇട്ടുകൊടുക്കാൻ തുടങ്ങി. ഇത് ഖുർആൻ പറയുന്ന തന്ത്രമാണ്. നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഞാൻ ധൈര്യം ഇട്ടു തരികയും എതിരാളിയുടെ മനസ്സിലേക്ക് ഞാൻ ഭയം ഇട്ടത് കൊടുക്കുകയും ചെയ്യും. നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളാൻ യുദ്ധം ചെയ്യാൻ. ഷബു രാജേന്ദ്രൻ ഹായ്. അപ്പൊ ഇപ്പൊ ഇസ്രായേല് ഭയപ്പെടുത്തിയത് ലെബനനെ മാത്രമല്ല, ഭയപ്പെട്ടത് ലെബനൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഒരു പക്ഷേ ഇസ്രായേലുമായി യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഇറാൻ തന്നെയാണ്. ഇറാനും ലെബനനും യമനും കുറെ ആയി ഇസ്രായേലിനെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഇസ്രായേല് തിരിച്ചൊന്ന് മാന്തി പൊളിക്കാൻ നിന്നാൽ നിങ്ങൾ ഇല്ല എന്നൊന്ന് ബോധ്യപ്പെടുത്തണമായിരുന്നു ഇസ്രായേലിന്. ഇപ്പോ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച സംഭവമാണ് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഭയന്നിരിക്കുന്നത് ലോകരാജ്യങ്ങൾ. ഇറാനും ലെബനനും യമനും അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും തരിച്ചു നിൽക്കുകയാണ് ഈ സംഭവത്തിൽ. ഈ വിഷയത്തിൽ ആദ്യം കൈമലർത്തിയത് ജപ്പാൻ കമ്പനിയായ ഐകോം ഇങ്ക് ആണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരം വോക്കി ടോക്കികളുടെ നിർമ്മാണവും വിൽപ്പനയും ഒക്കെ നിർത്തിവെച്ചിരുന്നതായിട്ടാണ് കമ്പനി അറിയിക്കുന്നത്. ഐകോം ഇങ്ക് വിതരണം ചെയ്ത വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് വോക്കി ടോക്കി ഞങ്ങളുടേതല്ല എന്ന് വ്യക്തമാക്കി കമ്പനി രംഗത്ത് വന്നത്. ഐകോം എന്ന ലോഗോയുള്ള വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത്. ഇതിന്റെ ചിത്രങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് കണ്ടു. ഇതിനെക്കുറിച്ച് കമ്പനി വിശദമായി അന്വേഷിക്കുമെന്ന് ജപ്പാൻ. കാരണം കമ്പനിയുടെ ലോഗോ പ്രത്യക്ഷപ്പെട്ടത് ഞങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എന്ന് ജപ്പാൻ പറയുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2014 വോക്കി ടോക്കികളുടെ നിർമ്മാണവും വിതരണവും കമ്പനി നിർത്തിവെച്ചിരുന്നു. പിന്നെ വോക്കി ടോക്കികൾ ഇവർക്ക് എങ്ങനെയാണ് ലഭിച്ചത് എന്ന ആശങ്കയാണ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്നലെയാണ് വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഭീകരർ കൊല്ലപ്പെട്ടത്. 30ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 500ഓളം ഹിസ്ബുള്ള ഭീകരരാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം പേജറുകൾ പൊട്ടിത്തെറിച്ച് ഹിസ്ബുള്ള ഭീകരരാണ് കൊല്ലപ്പെട്ടത്. ഇവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്ത ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന വോക്കി ടോക്കികളാണ് രണ്ടാമത് പൊട്ടിത്തെറിച്ചത്. ഇപ്പോ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് ഈ പരമ്പരയിൽ സ്ഫോടനം നടന്നതില് മരണം കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോ ലെബനനിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്. ഒരുപാട് പേര് മരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ചികിത്സയിലാണ്. ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ എന്നും തെർമൽ റൺഎവേ എന്ന സംവിധാനമാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ചാരസംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദഗ്ധരെ ഉന്നയിച്ച് അൽ ജസീറയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ് പേജറുകൾ പ്രവർത്തിപ്പിക്കുന്നത്. ഈ സംവിധാനം ഹാക്ക് ചെയ്ത മൊസാദ് അതുവഴി പേജറുകളിലേക്ക് ഒരു കോഡ് അയച്ചു. പേജറുകളുടെ ബാറ്ററി ഓവർ ഹീറ്റ് ആകുന്ന തെർമൽ റൺഎവേ പ്രതിഭാസത്തിന് സഹായകമാകുന്ന ഒരു കോഡായിരുന്നു അത് എന്ന് സംശയിക്കുന്നു. ഈ കോഡ് പ്രവർത്തിച്ചതോടെ ബാറ്ററികൾ അമിതമായി ചൂടായി ഡിവൈസുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ബാറ്ററിയിലെ താപനില പെട്ടെന്ന് അമിതമായി ഉയരുകയും അതുവഴി സിസ്റ്റം പരാജയപ്പെടുകയും
തീപിടുത്തമോ അല്ലെങ്കിൽ ഉഗ്രസ്ഫോടനമോ ഉണ്ടാവുകയും ചെയ്തു എന്നതാണ് തെർമൽ റൺഎവേ എന്ന് വിളിക്കുന്ന ബാറ്ററിയുടെ പ്രവർത്തനം. ഈ ബാറ്ററികളില് നടത്തിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന താപം വേഗത്തിൽ കുറയില്ലത്രേ. തുടർച്ചയായി രാസപ്രവർത്തനങ്ങൾ നടക്കുക വഴി ഊഷ്മാവ് വർദ്ധിക്കുകയും സ്ഫോടനമോ തീപിടുത്തമോ സംഭവിക്കുകയും ചെയ്യും. ലിഥിയം അയൺ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ഡിവൈസുകളിലാണ് ഇത് കൂടുതലായി സംഭവിക്കുന്നത് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സ്മാർട്ട് ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ, ബാറ്ററികൾ ഉപയോഗിക്കുന്ന വ്യാവസായിക ആപ്ലിക്കേഷനുകളിൽ പോലെയുള്ള വിവിധ ഉപകരണങ്ങളിൽ തെർമൽ റൺഎവേ ഉപയോഗിക്കാം. ഇതുപോലെ പൊട്ടിത്തെറികൾ സംഭവിക്കുകയും ചെയ്യാമെന്ന് വിദഗ്ധർ. തെർമൽ റൺഎവേ തടയുന്നതിന് താപനിയന്ത്രണം, ഓവർചാർജ് സംരക്ഷണം, ശരിയായ വെന്റിലേഷൻ ഇതൊക്കെ ഉൾപ്പെടെയുള്ള ശ്രദ്ധാപൂർവമായ ബാറ്ററി മാനേജ്മെന്റ് അനിവാര്യമാണ്. പേജറുകളെയാണ് ഇത്തവണ മൊസാദ് ലക്ഷ്യമിട്ടതെങ്കിൽ തെർമൽ റൺഎവേ സംവിധാനം ഉപയോഗിച്ച് മൊബൈൽ ഫോണുകളും എളുപ്പത്തിൽ ബോംബുകളാക്കി മാറ്റാൻ സാധിക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. മൊബൈൽ ഫോണുകളിലേക്ക് ഇത്തരത്തിൽ കോഡുകൾ അയക്കുകയും ബാറ്ററികൾ തെർമൽ റൺഎവേക്ക് സാഹചര്യം ഒരുക്കുകയും ചെയ്താൽ ആയിരക്കണക്കിന് പേരെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്ന മാരക ബോംബായി മൊബൈൽ ഡിവൈസുകൾ മാറും. ജൈവായുധത്തോളം ഭീഷണിയാകും ഈ സംവിധാനം എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്രയേൽ ഈ പദ്ധതി പല തവണകളിൽ പരീക്ഷിക്കുകയും അത് വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ യുദ്ധതന്ത്രങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇസ്രായേൽ പ്രവർത്തിക്കുന്നത് എന്ന രൂപത്തിൽ ലോകരാജ്യങ്ങളിൽ ഇസ്രായേലിനെതിരെ ക്യാമ്പയിൻ നടക്കുമ്പോൾ ലെബനന് വേണ്ടി പിന്തുണയുമായി അനേകം രാജ്യങ്ങൾ പ്രതിഭാഗത്തും വരുന്നുണ്ട്. പേജർ കൂട്ടക്കൊലയും അതിന് പിന്നാലെ പേജർ കൂട്ടക്കൊല നടന്നപ്പോൾ അവരുടെ ശവങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയും അവിടം ക്ലീൻ ചെയ്യാനും അതിന് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകാനും വന്ന ആംബുലൻസിൽ നിന്ന് കത്തുകയും വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുകയും ചെയ്ത അതിന്റെ പേരിലുണ്ടായ സ്ഫോടന മരണങ്ങളുമൊക്കെ മധ്യ പൂർവ്വദേശത്തെ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമാക്കിയിട്ടുണ്ട്, പാനിക്കാക്കിയിട്ടുണ്ട് ആൾക്കാരെ. മേഖല വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് മാറുമോ എന്ന ആശങ്കയും ശക്തമാണ് രാജ്യങ്ങൾക്കിടയിൽ. പേജറുകൾക്ക് പിന്നാലെ വോക്കി ടോക്കി കൂടി ലെബനനിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. പേജർ സ്ഫോടനങ്ങളിൽ മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പരിക്കേറ്റവർ ആശുപത്രികളിൽ കുമിഞ്ഞു കൂടുന്നു. 2800-ിലധികം ആളുകൾക്ക് പരിക്കേറ്റു സംഭവ സ്ഥലത്ത് തന്നെ. ഇപ്പോൾ അത് 4000-മായി, 5000-ൽ പരമായിട്ടുണ്ട്. വോക്കി ടോക്കി പൊട്ടിത്തെറിച്ച് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു. ആയിരക്കണക്കിന് ആളുകൾ പരിക്കേറ്റ് വീണ്ടും ചികിത്സയിലേക്ക് കയറുന്നു. ഇസ്രായേലിനെതിരെ തിരിച്ചടിക്കുമെന്നാണ് ഹിസ്ബുള്ള മുഴക്കിയ ഭീഷണി. ഇസ്രായേൽ നടപടി യുദ്ധത്തിന് സാധ്യത വർദ്ധിപ്പിച്ചതായി റഷ്യയും പ്രതികരിച്ചു. മധ്യപൂർവ്വദേശത്തെ പൂർണ്ണ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് എന്ന് ജോർദാൻ ആരോപിക്കുന്നു. ഇസ്രായേലിന് മുന്നറിയിപ്പുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും രംഗത്തുണ്ട്. ഇതുവരെ അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ ജോർദാനും അമേരിക്കയും പോലും ഇസ്രായേലിനെതിരായിരിക്കുന്നു. ലെബനന് മരുന്നുകളും സഹായവുമായി ഇറാഖിന്റെ സൈനിക വിമാനം ബെയ്റൂട്ടിലെത്തിയിട്ടുണ്ട്. തുർക്കി, ഇറാൻ, സിറിയ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തു. ഇസ്രായേലിനെതിരെ ഈ രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ലെബനനോടൊപ്പം അണിനിരക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേൽ ആക്രമിക്കപ്പെട്ടാൽ സഹായവുമായി അമേരിക്കയും എത്തും. മധ്യപൂർവ്വദേശത്ത് യുദ്ധമുഖങ്ങളാണ് എന്നും കാണുന്നത്. പേജറുകൾ നിർമ്മിച്ച ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനി ഉത്തരവാദിത്വം ഒഴിഞ്ഞു. ഗോൾഡ് അപ്പോളോ നിർമ്മിക്കുന്ന തരത്തിലുള്ളതല്ല പൊട്ടിത്തെറിച്ച പേജറുകൾ എന്നാണ് കമ്പനിയുടെ വിശദീകരണം. യൂറോപ്പിലെ കമ്പനിക്ക് അപ്പോളോ ഗോൾഡിന്റെ ബ്രാൻഡ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. ആ കമ്പനിയാണ് പേജർ നിർമ്മിച്ചത് എന്നാണ് ഗോൾഡ് അപ്പോളോ പറയുന്നത്. പേജർ നിർമ്മിച്ചതായി പറയുന്ന ഹംഗറി കമ്പനിയായ BSC കൺസൾട്ടിംഗ് KFTയുടെ ആസ്ഥാനം അന്വേഷിച്ചിട്ടും കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അവരെ പുറത്തുവിട്ടിട്ടുമില്ല. അന്വേഷിച്ചെത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടത് ആൾപ്പാർപ്പുള്ള മേഖലയിലെ ഒരു കെട്ടിടം മാത്രമാണ്. കെട്ടിടത്തിലെ ഗ്ലാസ് വാതിലിലാണ് സ്ഥാപനത്തിന്റെ പേരെഴുതിയിരിക്കുന്നത്. കുറെ കമ്പനികളുടെ ആസ്ഥാനം എന്നല്ലാതെ മറ്റൊരു വിവരവും സ്ഥാപനത്തിലുള്ളവർ കൈമാറിയിട്ടില്ല. ഇതെല്ലാം പേജർ വോക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നിൽ വലിയ ആസൂത്രണം നടന്നു എന്നതിന്റെ തെളിവായി മാറുകയാണ്. ഇതിന് പിന്നിലെ
ആസൂത്രണ മികവ് ഇസ്രായേലിൻ്റെതാണ്. ഇസ്രായേലിന് എങ്ങനെയാണ് ഈ പേജർ കിട്ടിയതെന്നും ഒരേ സമയം സിറിയയിലും ലെബനനിലും എങ്ങനെയാണ് ഇത് പൊട്ടിത്തെറിച്ചത് എന്നും അറിയില്ല. അതിന് പിന്നിൽ മൊസാദ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഇതുവരെ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുമില്ല. അതുകൊണ്ടാണ് ലോകം ഇന്നുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് സമാനതകളില്ലാത്ത ഒരു ഭീകരാക്രമണമാണ് ഇപ്പോൾ കണ്ടത്. അതുകൊണ്ട് ഇസ്രായേൽ ലെബനൻ മാത്രമല്ല ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഇസ്രായേലിനെ എതിർക്കുന്ന മുഴുവൻ രാജ്യങ്ങളെയും ഭയപ്പെടുത്തുക എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിച്ചത്. കാരണം പേജറുകൾ പൊട്ടിത്തെറിച്ചതിന്റെ അഗ്നി കെട്ടടങ്ങും മുമ്പ്, അതിന്റെ ഭയം വിട്ടൊടുങ്ങും മുമ്പ് വോക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിക്കുന്നു. ലെബനൻ ജനത മാത്രമല്ല, ലോകം മുഴുവനും ഭയപ്പാടോടുകൂടി നോക്കുന്നു. ബൾബുകൾ പൊട്ടിത്തെറിക്കുമോ, മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുമോ, നമ്മൾ പാന്റിന് ഉപയോഗിച്ചിരിക്കുന്ന ബെൽറ്റ് അടക്കം പൊട്ടിത്തെറിക്കുമോ എന്നുള്ള അവസ്ഥയിലാണ് ജനങ്ങൾ. എതിരാളികളുടെ മനസ്സുകളിൽ ഭയം ഇട്ടുകൊടുത്ത് അവരുടെ കഴിവിനെ നിർവീര്യമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ ഇസ്രായേൽ പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് യുദ്ധരംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. ഇറാന്റെ പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല. ലെബനൻ പ്രതികരിക്കുന്നു, ഇസ്രായേലിനെ തിരിച്ചടിക്കും. അടുത്തത് എന്താണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത്? മിക്സിയാണോ, ഫ്രിഡ്ജാണോ, TV ആണോ, മൊബൈൽ ഫോൺ ആണോ, നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന AC ആണോ? ഭീതിയിലാണ് ലോകരാജ്യം. ലെബനന്റെ കാര്യം പറയാനുമില്ല. എല്ലാം വലിച്ചെറിഞ്ഞ് പഴയ കാലഘട്ടത്തിലേക്ക് പോകുകയാണ് ലെബനൻ. ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ കണ്ണുകളിൽ മുഴുവനും ഭീതിയാണ്. പോക്കറ്റുകളിൽ കിടന്ന പേജറുകൾ, കാറിലിരുന്ന പേജറുകൾ, കൈകളിലിരുന്ന പേജറുകൾ, റൂമുകളിൽ ഇരുന്ന പേജറുകൾ ഒക്കെ പൊട്ടിത്തെറിക്കുന്നു. ഈ പേജറുകളിൽ പൊട്ടിത്തെറിച്ച ആളുകളുടെ ശവങ്ങൾ സംസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിക്കുന്നു, ആംബുലൻസുകൾ നിന്ന് കത്തുന്നു. ആദ്യത്തെ സ്ഫോടനത്തിന്റെ ഷോക്ക് മാറുന്നതിന് മുമ്പ് അടുത്ത സ്ഫോടനം. ഇലക്ട്രോണിക് വസ്തുക്കളെ മുഴുവനും ലെബനൻ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ലെബനന്റെ തെരുവുകളിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ശരീരഭാഗങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആശുപത്രികൾ ഭയാനകതയോടുകൂടി മുന്നോട്ട് പോകുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് കണ്ണില്ലാതെ, കാലില്ലാതെ, തലയില്ലാതെ അവിടെ കൂടിക്കിടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ലെബനൻ തകർന്നിരിക്കുന്നു. ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന ഭീതികരമായ ദൃശ്യങ്ങൾ. അതിനെയും തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര വേളയിൽ വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതോടുകൂടി ലോകരാജ്യങ്ങൾ മുഴുവനും ഭയപ്പാടിലാണ്. കാരണം വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് തൊലഞ്ഞതെല്ലാം ഹിസ്ബുള്ള ഭീകരരുടെ തലച്ചോറുകൾ. ഈ സംഘടന നശിക്കണമെന്നത് ഇസ്രായേലിന്റെ മാത്രം ആവശ്യമല്ല. ഇന്ന് എല്ലാ മനുഷ്യനും ആവശ്യമാണ് ഈ തീവ്രവാദ സംഘടനകളും തീവ്രവാദികളും ഇല്ലാതാക്കണമെന്നത്. ബെയ്റൂട്ടിലെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത ഹിസ്ബുള്ള തീവ്രവാദികളാണ് വീണ്ടും പൊട്ടിത്തെറിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ അന്താളിപ്പോടുകൂടി നിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാതെ. രണ്ടാം ഘട്ടത്തെ ആക്രമണം അക്ഷരാർത്ഥത്തിൽ ലെബനനെ ഞെട്ടിച്ചു. റേഡിയോകളും പോക്കറ്റ് റേഡിയോകള്, അതുപോലെ കയ്യിലിരിക്കുന്ന പേജറുകൾ, മൊബൈൽ ഫോണുകളൊക്കെ പൊട്ടിത്തെറിക്കുന്നു. മുമ്പും ലെബനൻ ഇത്തരം ആക്രമണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട്. വാട്സപ്പുകളിലൂടെ സന്ദേശങ്ങൾ നിരന്തരം പരക്കാൻ തുടങ്ങി. സോളാർ പാനലിനെ ഭയത്തോടുകൂടി നോക്കുന്നു. ബാറ്ററികളെ, ഫ്രിഡ്ജിനെ, മിക്സിയെ, മൊബൈൽ ഫോണിനെ, ടിവിയെ, AC-യെ എന്താണ് അടുത്ത പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്നറിയില്ല. 2 പൊട്ടിത്തെറികളിൽ ഭയപ്പാടിലാണ് അവർ. മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതായി പലരും വ്യാജ വാർത്തകൾ സോഷ്യൽ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതും ലെബനനെ ഭയപ്പെടുത്തി. തീപിടുത്തമുണ്ടായത് അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള അഗ്നിശമന യന്ത്രങ്ങൾ വാങ്ങാൻ ഓട്ടമാണ് ജനങ്ങൾ. ഫയർ എക്സ്റ്റിംഗ്വിഷർ എന്താണ് ഇപ്പോഴാണ് ജനങ്ങൾ അത് അറിഞ്ഞു തുടങ്ങുന്നത്. ബെയ്റൂട്ടിലെ ഒരു ആശുപത്രിയിൽ താൻ കണ്ട കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് ഹർഫൌഷ് എന്ന വ്യക്തി, മാധ്യമപ്രവർത്തകനാണ്, പറയുന്നത്. ഒരു മനുഷ്യന്റെ മുഖത്തെ മാംസമെല്ലാം ഇളകിയിട്ട് അവിടെ അസ്ഥികൾ മാത്രം അവശേഷിക്കുന്ന ഭയാനകമായ ഒരു കാഴ്ച.
തന്നെയുമല്ല ഈ മനുഷ്യൻ അപ്പോഴും ബോധമുണ്ട് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ഭൂരിപക്ഷം പേർക്ക് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റത് കാരണം കാഴ്ച നഷ്ടപ്പെട്ട കാര്യം ഡോക്ടർമാർ പറയുന്നു. അവയവങ്ങൾ നഷ്ടപ്പെട്ട രീതിയിലാണ് പലരെയും ആശുപത്രികളിൽ എത്തിച്ചത് തന്നെ. വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ഒരുപാട് ആളുകൾ സംഭവ സ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടു. ചൊവ്വാഴ്ച പേജറുകൾ പൊട്ടിത്തെറിച്ച് നല്ലൊരു വിഭാഗം ആളുകൾ അവിടെയും കൊല്ലപ്പെട്ടു. ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റു. അതിന് പിന്നാലെയാണ് ബുധനാഴ്ച വോക്കി ടോക്കി ആക്രമണം. എത്ര വോക്കി ടോക്കികളാണ് പൊട്ടിത്തെറിച്ചത് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. 450 പേർക്ക് പരിക്കേറ്റു ആ സംഭവ സ്ഥലത്ത് നിന്ന് തന്നെ. ഒരു സ്ഥലത്ത് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും ബെക്ക മേഖലയിലും വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. എത്ര എണ്ണം പൊട്ടിത്തെറിച്ചു, എത്ര പേര് മരിച്ചു, എത്ര പേർക്ക് പരിക്കേറ്റു, ഇതൊക്കെ ലെബനൻ മാധ്യമങ്ങൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേൽ ഹാക്ക് ചെയ്യാനും നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല അംഗങ്ങളോട് മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ കൽപ്പിച്ചത്. അതിനെ തുടർന്നാണ് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ കൂട്ടമായി വാങ്ങി അംഗങ്ങൾക്ക് വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. തങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഹംഗറിയിലെ BAC കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്ന് തായ്വാൻ കമ്പനി പ്രതികരിക്കുന്നു. പൊട്ടിത്തെറിച്ച പേജറുകളിൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ 3 ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം. ബാറ്ററിക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഒളിപ്പിച്ചത് എന്നതാണ് റിപ്പോർട്ട്. പ്രത്യേക സന്ദേശം അയച്ച് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന വിവിധ രൂപത്തിലുള്ള ഓപ്പറേഷന് പിന്നിൽ ചുരുങ്ങിയത് 3 മാസമെങ്കിലും മൊസാദിന്റെ തലച്ചോറ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. സാധാരണ രാജ്യങ്ങളാണെങ്കിൽ 3 വർഷം എടുക്കും. മൊസാദ് ആയതുകൊണ്ട് 3 മാസം. നേരത്തെ അവരുടെ കൈവശമൊക്കെ ഉണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരമാണ് പേജറുകൾ ഉപയോഗിക്കുന്ന നിർദ്ദേശം ഹിസ്ബുള്ളയുടെ തലവൻ മുന്നോട്ട് വെച്ചതിനനുസരിച്ച്, ഹസൻ നസ്രുള്ളയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഇവരിത് തീരുമാനിച്ചത്. ഇനി സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങൾ വേണ്ട. ഇത് ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദ് മണത്തറിയുന്നു. ഒരു 5000-ഓളം പേജറുകളിൽ 3 ഗ്രാം സ്ഫോടക വസ്തു വയ്ക്കാൻ ഇവർക്ക് സാധിക്കും. ഒരു തായ്വാൻ കമ്പനിയാണ് ഗോൾഡ് അപ്പോളോ. അവര് പറയുന്നു അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോ ആരാണിത് ചെയ്തത്? അവരെ കണ്ടെത്തിയിട്ടല്ലാതെ ഇനി ഞങ്ങൾ വിശ്രമിക്കില്ല. കാരണം അടുത്തത് ഏത് രൂപത്തിലുള്ള ആക്രമണമാണ് തങ്ങളെ തേടിയെത്തുന്നത് എന്നറിയാതെ ലെബനൻ ഭയപ്പാടിലാണ്. ലെബനൻ പറയുന്നു ഇനി അടുത്ത എന്താണ് പൊട്ടിത്തെറിപ്പിക്കാൻ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്പിലെ കടലാസ് കമ്പനിയാണോ പൊട്ടിത്തെറിച്ച പേജർ നിർമ്മിച്ചത്? അപ്പോൾ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചതിന് പിന്നിൽ ആരാണ്? ഇങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ കാണിച്ചത് യുദ്ധതന്ത്രങ്ങൾക്ക് വിരുദ്ധമാണെന്നും യുദ്ധ നിയമങ്ങളെ പോലും കാറ്റിൽ പറത്തിയിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ ലെബനനിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി പ്ലാൻ ചെയ്തതെന്നും പറഞ്ഞ് ഏതാണ്ട് നല്ലൊരു വിഭാഗം ലോകരാജ്യങ്ങളും ഇസ്രായേലിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നു. ഇപ്പോ അവരൊക്കെ ലെബനന് മനുഷ്യാവകാശമുണ്ടെന്ന് പറഞ്ഞ് ലെബനന്റെ മനുഷ്യാവകാശത്തിനൊപ്പം നിൽക്കാനാണ് താല്പര്യപ്പെടുന്നത്. ലെബനനിലെ ഒരുപാട് സാധാരണക്കാർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഇനിയും ഞങ്ങളുടെ പിന്തുണ ലെബനനായിരിക്കുമെന്ന് പറയുന്നു. ഇസ്രായേലിന് ആയുധം കൊടുത്തുകൊണ്ടിരുന്ന കമ്പനികൾ വരെ ഇസ്രായേലിനോടുള്ള പിന്തുണ പിൻവലിക്കുന്നു. ഇപ്പോ ഒരുപാട് ആളുകൾ കൈയില്ലാതെയും കാലില്ലാതെയും ഒക്കെ ആശുപത്രികളിലുണ്ട്. സെപ്റ്റംബർ 17-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 3:30 ലെബനന്റെ നിരവധി പ്രദേശങ്ങളിൽ ഒരേ സമയത്ത് സ്ഫോടനം നടക്കുന്നു. മിഡിൽ ഈസ്റ്റ് ഒന്നടങ്കം ഞെട്ടുന്നു, ഒപ്പം വലിയ ആശങ്കയും. ലെബനനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള മാസങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് ഈ പേജർ. ഒന്നിച്ചൊരേ സമയം എങ്ങനെ പൊട്ടിത്തെറിച്ചു? ഈ സംഭവം സാങ്കേതിക ലോകത്തിനുണ്ടാക്കിയ ആശങ്ക ചെറുതല്ല. സാങ്കേതികമായി അത്ര മികച്ച ഫീച്ചറുകളില്ലാത്ത കേവലം ഒരു പേജർ പൊട്ടിത്തെറിക്കുന്നു, അതും ഒന്നിച്ച്. ഇത് സംബന്ധിച്ച് നിരവധി ഊഹാപോഹങ്ങളും ചർച്ചകളും നടക്കുന്നുണ്ട്.
ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ കരങ്ങളായിരിക്കും എന്നത് തന്നെയാണ് ആദ്യം വരുന്ന റിപ്പോർട്ടുകളിൽ ഇറാനും ലെബനനും പ്രതികരിക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്നത് സംബന്ധിച്ച് മാത്രമാണ് വിവരങ്ങൾ ലഭിക്കാനുള്ളത്. ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ സ്വതന്ത്ര അന്വേഷണത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ ലെബനനിൽ പലയിടത്തും വോക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചതിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നതോടുകൂടി ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു. ഒരു സോളാർ ഉപകരണം പൊട്ടിത്തെറിച്ച് പെൺകുട്ടിക്ക് പരിക്കേറ്റ വാർത്തയും ലെബനനെ ഞെട്ടിച്ചു. എപ്പോൾ എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകാതെ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് ലോകം. ഇത് ലെബനനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, മറിച്ച് ഒരുപാട് ലോക രാജ്യങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. ഇസ്രായേൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാതെ ഇസ്രായേലുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഹമാസ് മാത്രമല്ല, ഇറാൻ മാത്രമല്ല, എല്ലാ ലോകരാജ്യങ്ങളും ഇനി ഇസ്രായേലിനെ ഒന്ന് ഭയത്തോടുകൂടി മാത്രമേ നോക്കൂ. കാരണം എങ്ങനെയാണ് അടുത്ത ഇസ്രായേലിന്റെ പ്ലാൻ എന്നറിയില്ല. വെറും ഒരു ചെറിയ ഉപകരണം ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കും? തന്നെയുമല്ല, ഹിസ്ബുള്ളയുടെ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. പണി കിട്ടിയത് ഹിസ്ബുള്ളയ്ക്കാണെങ്കിൽ പണി കൊടുത്തത് ഇസ്രായേൽ മാത്രമാണ്. 3000-ലധികം ആളുകളെ ഒരേ സമയത്ത് പരിക്കേൽപ്പിക്കാൻ ബോംബുകളല്ല, മിസൈലുകളല്ല, അവരുടെ കൈകളിൽ നിന്ന് പേജറുകൾ പൊട്ടിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഭീകരരെ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിൽ. ഒരു ചെറിയ കുഞ്ഞനുപകരണം, ഇതിനകത്ത് എന്താണ് അവർ ഘടിപ്പിച്ചത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള ആകാംക്ഷയായി പിന്നീട് ഇതെങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന ആശയക്കുഴപ്പം. കൈവെള്ളയിൽ മാത്രം ഒതുങ്ങാൻ സാധിക്കുന്ന രൂപത്തിൽ വലിപ്പമുള്ള ഒരു കുഞ്ഞൻ കമ്മ്യൂണിക്കേഷൻ ഉപകരണം. ഇത് എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത്? ഇസ്രായേലിന്റെ കരങ്ങളിലാണോ ആദ്യം ഈ കമ്പനി പേജറുകൾ എത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ വോക്കി ടോക്കി എങ്ങനെയാണ് സംഭവിച്ചത്, പൊട്ടിത്തെറിച്ചത്? ഇത് 1-2 ദിവസം കൊണ്ടോ 1-2 മാസങ്ങൾ കൊണ്ടോ തുടങ്ങിയ ഓപ്പറേഷൻ അല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ലെബനനിലെ ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചാണ്, കാരണം അവരാണ് ഈ പേജറുകൾ ഉപയോഗിക്കുന്നത്, അവരെ മാത്രം ലക്ഷ്യം വെച്ച്, അവരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സ്ഫോടന പരമ്പര നടന്നിരിക്കുന്നത്. ഇസ്രായേൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വർഷം ആദ്യം ഹിസ്ബുള്ള ഇറക്കുമതി ചെയ്ത 5000 പേജറുകളിൽ ഇസ്രായേൽ ചാര സംഘടനയായ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരിക്കുന്നു എന്ന് ലെബനൻ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ 3000 എണ്ണം മാത്രമാണ് ചൊവ്വാഴ്ച ലെബനനിലും സിറിയയിലും പലയിടങ്ങളിലായി ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ഇനിയും 2000 എണ്ണം ബാക്കിയുണ്ട്. അതിനെ ഇവരെ ലെബനൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ സ്ഫോടന പരമ്പരയിൽ ലെബനന്റെ ഏതാണ്ട് പകുതിയോളം ജനത ഇല്ലാതായി കഴിഞ്ഞു. പരിക്ക് പറ്റിയ ഇറാന്റെ ലെബനനിലെ സ്ഥാനപതി മുജ്തബ മീനിയുടെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു. ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടാണ്. ഗോൾഡ് അപ്പോളോ എന്ന തായ്വാൻ കമ്പനിയുടേതാണ് AP924 മോഡലിലുള്ള പേജർ. ഈ പേജറുകളുടെ നിർമ്മാണ സമയത്ത് തന്നെ പരമാവധി 3 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ബാറ്ററിക്ക് അടുത്തായി ഇസ്രായേൽ നിറച്ചിരിക്കാമെന്ന റിപ്പോർട്ടിലാണ് ഇപ്പോൾ ലെബനൻ നിൽക്കുന്നത്. കോഡ് സന്ദേശം ലഭിച്ചാൽ ഉടനെ പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ളവയായിരുന്നു സ്ഫോടക വസ്തുക്കൾ. സ്കാനറുകൾ ഉപയോഗിച്ച് പോലും കണ്ടെത്താൻ സാധിക്കാത്ത സൂക്ഷ്മ ഘടകങ്ങളായിരുന്നു ഇത്. ചൊവ്വാഴ്ച കോഡ് സന്ദേശം ലഭിച്ചപ്പോഴാണ് പേജറുകൾ പൊട്ടി എന്ന് ലെബനന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞത്. പൊട്ടിത്തെറിക്ക് സെക്കൻഡുകൾക്ക് മുമ്പ് സാധാരണ സന്ദേശം വരുന്നത് പോലെയുള്ള ബീപ്പ് സന്ദേശം മുഴങ്ങിയിരുന്നു. ആ മെസ്സേജ് കേട്ട് വായിക്കാൻ എടുത്തവർക്കാണ് മുഖവും കണ്ണുമൊക്കെ പോയത്. കുറ്റവാളികളായ ശത്രു രാജ്യം നടത്തിയ കൂട്ടക്കൊലയ്ക്കും വഞ്ചനാപരമായ ആക്രമണത്തിനും ദൈവസഹായത്താൽ കണക്ക് ചോദിക്കുമെന്ന് ഹിസ്ബുള്ള പ്രതികരിക്കുന്നു. ഇതുകൊണ്ടൊന്നും ഗാസയിലെ ഹമാസിന്റെ ചെറുത്തുനിൽപ്പിനെ പിന്തുണയ്ക്കുന്നത് ഞങ്ങൾ അവസാനിക്കില്ലെന്നും വ്യക്തമാക്കി. ഗാസയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഹിസ്ബുള്ളയുടെ രഹസ്യാന്വേഷണ വിഭാഗം നേരിട്ട ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു പേജർ ആക്രമണം. ആ പേജർ ആക്രമണമാണ് ഏറ്റവും വലുത് എന്ന് ധരിച്ചിരിക്കുമ്പോഴായിരുന്നു വോക്കി ടോക്കിയുടെ പൊട്ടിത്തെറി. ഇനി വരാനിരിക്കുന്നത് അതിലും വലുതാണ് എന്ന ഒരു സന്ദേശം കൂടിയാണ് ഇസ്രായേൽ നൽകുന്നത്. കാരണം ഇസ്രായേൽ ഇവരെ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന വിവരം
ഇറാനും ലെബനനും നൽകുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ വോക്കി ടോക്കിയുടെ പൊട്ടിത്തെറിക്ക് പിന്നിലുണ്ട്. ഫെബ്രുവരി 13 സെൽഫോണുകൾ ഉപേക്ഷിക്കാൻ ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല അംഗങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു. ഫോണുകൾ പൊട്ടിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിക്കുകയോ ചെയ്യണമെന്നാണ് നസ്രുള്ള പറഞ്ഞത്. പകരം പേജറുകൾ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്തു. ഗാസയിലെ യുദ്ധത്തിന് സമാന്തരമായി ലെബനീസ് അതിർത്തിയിൽ നടന്നുവരുന്ന ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിൽ 170 ഹിസ്ബുള്ള പോരാളികളാണ് കൊല്ലപ്പെട്ടത്. ഇപ്പോൾ ഈ പേജറുകൾ നിർമ്മിച്ചു എന്ന് പറയുന്ന ഗോൾഡ് അപ്പോളോയും കൈയൊഴിഞ്ഞു. ലെബനനിലും സിറിയയിലും ഒരേ സമയത്തുണ്ടായ ചൊവ്വാഴ്ചയുള്ള ഈ സ്ഫോടന പരമ്പരയിൽ പൊട്ടിത്തെറിച്ച പേജറുകൾ തായ്വാനിലെ പ്രമുഖ പേജർ നിർമ്മാതാക്കളായ ഗോൾഡ് അപ്പോളോയുടേതാണ് എന്ന് ലെബനൻ അരക്കിട്ടുറപ്പിക്കുന്നു. പക്ഷേ പൊട്ടിത്തെറിച്ചത് AP924 മോഡൽ പേജറുകൾ ഞങ്ങൾ നിർമ്മിച്ചതല്ല എന്ന് കമ്പനിയും വിട്ടൊഴിഞ്ഞു. തങ്ങളുടെ ബ്രാൻഡിന്റെ ട്രേഡ് മാർക്ക് ഉപയോഗിച്ച് പേജറുകൾ നിർമ്മിക്കാൻ ലൈസൻസ് ഉള്ള ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ABC കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചത് എന്ന് ഗോൾഡ് അപ്പോളോ സ്ഥാപകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ഈ മോഡലിന്റെ നിർമ്മാണവും വിതരണവും BAC ആണ് നടത്തി വരുന്നത്. അപ്പൊ ഈ എല്ലാവരും കമ്പനിക്കാര്, ഇവർക്ക് വിതരണം ചെയ്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ഏറ്റെടുത്ത മാനേജിംഗ് ഡയറക്ടേഴ്സ്, രാജ്യം, ഇവരെല്ലാവരും വിട്ടൊഴിയുന്നു. ഒരുപാട് സാങ്കേതിക വൈദഗ്ധ്യങ്ങൾ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് നിർമ്മിച്ച പേജറിനകത്ത് പോലും സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തും സാധിക്കുമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ലെബനൻ. ഒരു കാലത്ത് വിപണികള് വലിയ രൂപത്തിൽ കൈയടക്കിയ, കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ആദ്യത്തെ ആശയ വിനിമയ സംവിധാനമാണ് പേജറുകൾ. 2000-ന്റെ തുടക്കത്തിൽ സ്മാർട്ട് ഫോണുകളുടെ വരവോടുകൂടിയാണ് പേജർ ആൾക്കാർ ഉപേക്ഷിച്ചു തുടങ്ങിയത്. പക്ഷേ രഹസ്യാന്വേഷണത്തിലടക്കം വിശ്വാസയോഗ്യമായ ഉപകരണമായിട്ടാണ് ചിലർ ഇപ്പോഴും ഇതിനെ ഉപയോഗിക്കുന്നത്. കയ്യിൽ ഒതുങ്ങുന്ന ചെറിയൊരു പെട്ടിയുടെ വലിപ്പം, ഒരു കാൽക്കുലേറ്ററിന്റെ വലിപ്പം പോലുമില്ല. ഇന്റർനെറ്റുമായി ബന്ധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നിരീക്ഷിക്കാൻ സാധിക്കില്ലെന്നും ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്നുമാണ് ലെബനൻ വിശ്വസിച്ചത്. ഇത് വൈഫൈ കണക്ഷൻ ഇല്ല, ഡേറ്റ കണക്ഷൻ ഇല്ല. ഇതെങ്ങനെയാണ് ഇസ്രായേലിന് ഇത് സാധിച്ചത് എന്ന അന്താളിപ്പിൽ നിൽക്കുമ്പോഴാണ് വോക്കി ടോക്കി പൊട്ടിത്തെറിക്കുന്നതും ആംബുലൻസുകളിൽ നിന്ന് കത്തുന്നത്. ഇതെങ്ങനെയാണ് സാധിച്ചത്? എത്ര പേരാണ് മരണപ്പെട്ടത്? എത്ര പേജറുകൾ പൊട്ടിത്തെറിച്ചു? ബാക്കിയുള്ള പേജറുകൾ എത്രയാ? ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുക എന്ന് പറയുമ്പോൾ ഹിസ്ബുള്ള തീവ്രവാദികൾ മാത്രമാണ് ലക്ഷ്യം വയ്ക്കപ്പെട്ടത് എന്ന് മനസ്സിലാകുമ്പോൾ മൊസാദ് അല്ലാതെ മറ്റാർക്കും അത് ചെയ്യാൻ കഴിയില്ല എന്ന നിഗമനത്തിലാണ് ഇറാൻ. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ആരോപിക്കുമ്പോൾ ഞങ്ങളല്ലെന്നോ, ഞങ്ങൾക്കതിൽ പങ്കില്ലെന്നോ പറഞ്ഞു ഒരിക്കലും ഇസ്രായേലോ മൊസാദോ രംഗത്ത് വന്നിട്ടില്ല. ഇസ്രായേലിനോട് ഞങ്ങൾ പ്രതികാരം ചോദിക്കുമെന്നും പകരം ചോദിക്കുമെന്നും യുദ്ധം ചെയ്യുമെന്നും ഇറാനും ലെബനനും പറയുമ്പോൾ ഞങ്ങൾ അതിന് തയ്യാറാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഞങ്ങൾ അത് ചെയ്തിട്ടില്ലെന്ന് പറയുന്നില്ല. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്തതിന് കാരണം തന്നെ ഇസ്രായേലിനെ ഭയന്നിട്ടാണ്. ഇവിടെ ശത്രുവിനോടെടയുമ്പോൾ ശത്രു അത്ര നിസാരനല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. ജൂതന്മാർ അവർ അധ്വാനിച്ച് മര്യാദയ്ക്ക് ജീവിക്കുകയല്ലേ ചെയ്യുന്നത്. ആരെയും കൊള്ളയടിക്കാൻ പോകുന്നില്ല, കൊല്ലാൻ പോകുന്നില്ല, തട്ടിയെടുക്കാൻ പോകുന്നില്ല, രാജ്യങ്ങൾ പിടിച്ചടക്കാൻ പോകുന്നില്ല. അവർ വളരെ കുറച്ചാളുകൾ അവരധ്വാനിച്ച് മരുഭൂമികൾ പോലും ഫലഭൂയിഷ്ടമായ മണ്ണായി, സ്വർണം വിളയിക്കുന്ന മണ്ണായി അധ്വാനിച്ച് ജീവിക്കുന്ന ഈ ജനവിഭാഗത്തെ കൊള്ളയടിച്ച് അവരെ കൊന്നൊടുക്കി ഇവരേത് സ്വർഗത്തിന് വേണ്ടിയാണ് ഈ മനുഷ്യ കൂട്ടക്കുരുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്വാഭാവികമല്ലേ ഇസ്രായേല് പോലെ ഒരു രാജ്യം തിരിച്ചടിക്കുമെന്നുള്ളത്? എങ്ങനെയെങ്കിലും പലസ്തീനും ഇസ്രായേലും, അതായത് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിന് കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 1 വർഷമാകാൻ പോകുന്നു യുദ്ധം തുടങ്ങിയിട്ട്.
ആ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാക്കുന്നതിന് വേണ്ടി അമേരിക്കയും ഈജിപ്തും ഖത്തറും ഒക്കെ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ആ യുദ്ധം ഇല്ലാതാക്കാനും സാധാരണക്കാരന് സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടതിന് പകരം ഈ ലബനനും സിറിയയും യമനും ഇറാനുമൊക്കെ ശരിക്ക് പുഷ് ചെയ്ത് കൊടുക്കുവാണ് ഹമാസിനെ. അടിച്ചോടാ ഞങ്ങളുണ്ട് കൂടെ എന്ന്. പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മാറി നിന്നു. ഇന്ത്യക്ക് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ സാധിക്കില്ല. കാരണം ഇസ്രായേൽ നിൽക്കുന്നത് മനുഷ്യപക്ഷത്താണ്. ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നപ്പോൾ ബ്രിട്ടനും ഫ്രാൻസും അമേരിക്കയും ഒക്കെ ഇന്ത്യക്കൊപ്പം മാറി നിന്നു. ഞങ്ങളും ഇസ്രായേലിന്റെ പക്ഷത്താണ് എന്ന് അറിയിച്ചു. ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് അടിച്ചാൽ ഇസ്രായേൽ ഇല്ലാതാകുമെന്ന് വിചാരിച്ചെങ്കിൽ ഇത് ഇസ്രായേലിന്റെ തുടക്കം മാത്രമാണ്. വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല എന്ന് നെതന്യാഹു ലോകരാജ്യങ്ങളെ അറിയിക്കുന്നത് പോലെയാണ് അടുത്ത വോക്കി-ടോക്കിയുടെ പൊട്ടിത്തെറി. ഇനി എന്താണ് പൊട്ടിത്തെറിക്കാൻ പോകുന്നത് എന്നറിയാതെ ഭയത്തിലാണ് ലെബനൻ ജനത. നന്ദി.